നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേവികുളത്ത് കാവിക്കൊടി പാറുമോ എന്ന ആശങ്കയിൽ CPM. എസ് രാജേന്ദ്രൻ പണി തുടങ്ങി അവസരം മുതലെടുത്തുള്ള മുൻ MLAയുടെ കളിയിൽ കലിയിളകി MM മണി. BJP ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തിക്കണ്ട് ചർച്ച നടത്തിയതായി എസ് രാജേന്ദ്രൻ പൊതുമധ്യത്തിൽ തുറന്നടിച്ചത് CPMന് അടാറ് പണിയാകുന്നു. പാർട്ടിയുമായി വലിയ ഉടക്കിലായിരുന്നു രാജേന്ദ്രൻ. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും ദേവികുളം മുൻ MLAയെ തിരിച്ചെടുക്കാതെ കടുപ്പിക്കുകയായിരുന്നു പാർട്ടി. MM മണിയും രാജേന്ദ്രനും തമ്മിലുള്ള പോരാണ് ഇതിന് കാരണം. രാജേന്ദ്രനെ വല വീശി പിടിക്കാൻ BJP ഇറങ്ങിയതോടെ പണി പാളി നിൽക്കുകയാണ് CPMന്. തിടുക്കപ്പെട്ട് MV ഗോവിന്ദൻ ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തി. CPMൽ നിന്ന് ആരും BJPയിലേക്ക് പോകില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. രാജേന്ദ്രൻ പോകുമോ എന്ന ഭയത്തിലാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ തിടുക്കപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയത്. ഇടുക്കിയിലെ CPM നേതാവ് BJPയിലേക്ക് ഒരു പാലം ഇട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പാർട്ടിയിലെ ചർച്ച. പക്ഷേ രാജേന്ദ്രൻ BJPയിലേക്ക് പോകില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് MV ഗോവിന്ദൻ. രാജേന്ദ്രനുമായി താൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നടപടി കാലാവധി കഴിഞ്ഞാൽ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും MV ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. ലോട്ടറി അടിച്ചിരിക്കുന്നത് രാജേന്ദ്രന് തന്നെയാണ്. BJP തൂക്കുമോ എന്ന ഭയം കൊണ്ട് രാജേന്ദ്രനോട് സ്നേഹം കൂടി തുടങ്ങിയിട്ടുണ്ട് CPMന്. ഇപ്പോൾ പന്ത് രാജേന്ദ്രന്റെ കോർട്ടിലാണ്. CPMന് രാജേന്ദ്രൻ വിലയിട്ട് കഴിഞ്ഞു. ഇനി ലേലം വിളിയാണ്. MV ഗോവിന്ദന് വരുന്ന ഓരോ പണി നോക്കണേ. പത്മജയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ MLA രാജേന്ദ്രനിലൂടെ CPMനെയും ഞെട്ടിക്കാനാണ് BJP ഇറങ്ങിയിരിക്കുന്നത്. രാജേന്ദ്രനെ എങ്ങനെയും BJPയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. BJP ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തിക്കണ്ട് ചർച്ച നടത്തിയതായി രാജേന്ദ്രൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ MM മണി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. രാജേന്ദ്രനെ തിരികെ പാർട്ടിയിൽ എത്തിക്കാൻ CPM ശ്രമം നടത്തുന്നതിനിടെയാണ് BJP നേതാക്കൾ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത്. തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജേന്ദ്രൻ നിരവധി തവണ സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായെങ്കിലും ആ വാർത്ത രാജേന്ദ്രൻ തന്നെ തള്ളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും തന്നോട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. PK കൃഷ്ണദാസ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കളും BJPയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവും വീട്ടിലെത്തി ചർച്ച നടത്തിയെന്നും രാജേന്ദ്രൻ പറഞ്ഞു. പക്ഷേ BJPയിലേക്ക് പോകാനുള്ള തീരുമാനത്തെക്കുറിച്ച് കൂടുതലായൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നും രാജേന്ദ്രൻ പറയുന്നുണ്ട്. ചർച്ച നടന്ന കാര്യം ജനുവരിയിൽ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. പോകരുതെന്ന് നിർദ്ദേശം അദ്ദേഹം തന്നുവെങ്കിലും അതിനുശേഷം ഇന്നുവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായില്ല എന്നും പരാതി പോലെ പറയുന്നുണ്ട് രാജേന്ദ്രൻ. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. CPMുമായി എനിക്ക് ശത്രുതാ മനോഭാവമില്ല. ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല. ചില BJP നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റു പല പാർട്ടിയിലെയും നേതാക്കൾ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു. ആ ചർച്ചകളൊന്നും തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ. മൈക്കിൽ കൂടി പ്രസംഗിച്ച് നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല. പാർട്ടിയുടെ മുന്നിൽ 1000 വട്ടം തോൽക്കാം, പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല. നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും രാജേന്ദ്രൻ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല. ഇതിനിടെ MM മണി ഉൾപ്പെടെയുള്ളവർ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായും രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ 3 തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു രാജേന്ദ്രനെതിരായ ആരോപണം. രാജയ്ക്കെതിരായി താൻ ഒരു ബൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ മറയൂർ പഞ്ചായത്തിൽ 1300 വോട്ട് പിറകിലാണ്. രാജ 800 വോട്ടിന് മാത്രമാണ് പിന്നിലായതെന്നുമായിരുന്നു രാജേന്ദ്രന്റെ വാദം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ രാജേന്ദ്രനെ CPM-ൽ തിരികെ എത്തിക്കാൻ നീക്കം നടക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. 2006, 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് രാജേന്ദ്രൻ ദേവികുളത്ത് നിന്ന് CPM ടിക്കറ്റിൽ വിജയിച്ചത്. 2021 തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്രനെ മാറ്റി രാജയെ CPM മത്സരിപ്പിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ രാജേന്ദ്രൻ അതൃപ്തനായിരുന്നു. എന്തായാലും പാർട്ടിയിൽ നിന്നും അവഗണന നേരിട്ട് മാറി നിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വജ്രായുധം കിട്ടിയിരിക്കുന്നത്, അത് BJPയുടെ രൂപത്തിൽ. ഇനിയിപ്പോൾ രാജേന്ദ്രൻ ഒന്നിളകും. മാത്രമല്ല MM മണിക്കൊക്കെ ഉള്ള മറുപടിയും രാജേന്ദ്രൻ കൊടുക്കും. ഇതിനിടെ കോൺഗ്രസിനെതിരെ പരിഹാസവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ 2 അക്കം കിട്ടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ലെന്നിരിക്കെ ആരുടെ സീറ്റിനെ കുറിച്ചാണ് മോദി പറഞ്ഞതെന്ന് കൗതുകപൂർവ്വം പരിശോധിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 200ഓളം മുൻ കോൺഗ്രസ് MLA-മാരും MP-മാരും ഇപ്പോൾ BJPയിലാണ്. 3 PCC പ്രസിഡന്റുമാർ ഇപ്പോൾ BJP നേതാക്കളായി മാറി. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പ്രതാപന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. അവരാണിപ്പോൾ കാലുമാറി BJPയിൽ പോയത്. ഇത്തരത്തിൽ കോൺഗ്രസ് എപ്പോഴും BJP ആവുന്ന സാഹചര്യത്തിലൂടെയാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 2 അക്കം കിട്ടുമെന്ന് മോദി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. BJPക്ക് ഒരു സീറ്റും കിട്ടില്ലെന്ന് കേരളത്തെ മനസ്സിലാക്കിയ എല്ലാവർക്കും അറിയാം. പിന്നെ ആരുടെ സീറ്റിനെ സംബന്ധിച്ചാണ് മോദി പറഞ്ഞതെന്ന് ഗൗരവപൂർവവും കൗതുകപൂർവവും പരിശോധിക്കണം. BJPയിലേക്ക് പോകുന്ന സാഹചര്യം തള്ളാത്തയാളാണ് കോൺഗ്രസിനെ നയിക്കുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ എന്നും ഗോവിന്ദൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.